മറ്റു വാർത്തകളിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു കേസിൽ കൂടുതൽ CPIM നേതാക്കൾക്ക് ED നോട്ടീസ് നൽകാൻ സാധ്യത. കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED നോട്ടീസ് നൽകിയിരുന്നു. വിവരങ്ങളുമായി AT അശ്വതിയുണ്ട്. അശ്വതി, കൂടുതൽ നേതാക്കളിലേക്ക് ഈ ഒരു അന്വേഷണം എത്താനുള്ള സാധ്യതയാണ്. കൂടുതൽ നേതാക്കൾക്ക് ED നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. MM വർഗീസിന് മുൻപും ഇത്തരത്തിൽ ഹാജരായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ ഇതിനു മുൻപും MM വർഗീസിന് ED നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ കരുവന്നൂർ തട്ടിപ്പ് കേസ് രണ്ടാം ഘട്ടത്തിലേക്ക് അതിന്റെ അന്വേഷണം നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ MM വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് പ്രാദേശിക നേതാക്കൾക്കും അതായത് നേരത്തെ തന്നെ MK കണ്ണൻ അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം ഇതിന്റെ അടുത്ത ഘട്ട അന്വേഷണത്തിൽ മറ്റ് ആളുകളിലേക്ക് കൂടി ഒന്നുകൂടെ ഇതിന്റെ വിശദാംശങ്ങൾ അവരിൽ നിന്ന് കൂടി ശേഖരിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ കരുവന്നൂർ ബാങ്കിൽ CPMന് 5 അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഈ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് KYC പോലും കൃത്യമായി പാലിക്കാതെയാണ്, നിബന്ധനകൾ പോലും അതിന്റെ ഡീറ്റെയിൽസ് പോലും കൃത്യമായി നൽകാതെയാണ് ഈ അക്കൗണ്ടുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ഓപ്പൺ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിന്റെ മറ്റ് വിശദാംശങ്ങളായിരിക്കും പ്രധാനമായും ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം നോട്ടീസ് നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിനോട് നിയമപരമായി നേരിടും. ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് CPM ഇതിനെ കണക്കാക്കുന്നത്. അതായത് രാഷ്ട്രീയമായ ഒരു ആക്രമണമായിട്ടാണ്, CPMനെതിരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് CPM ഈ വിഷയത്തിൽ, ഈ നോട്ടീസ് നൽകിയിരിക്കുന്ന വിഷയത്തിലെ ഒക്കെ തന്നെ കണക്കാക്കുന്നത്. സമാനമായ രീതിയിലാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്ന കിഫ്ബി വിഷയത്തിൽ തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചത്. അതുപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും കരുവന്നൂർ വിഷയത്തിൽ നിലവിലുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കത്തിനും സാധ്യതയുണ്ട്. വിദ്യ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ CPIM നേതാക്കൾക്ക് ED നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AT അശ്വതി.